അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ ബാക്കിയാണിത്. നമ്മുടെ സഹോദരങ്ങൾ ഒരു വീട് വെക്കാനും കുടുംബം പോറ്റാനും അതുപോലെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുവാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് കടൽ കടന്ന പ്രവാസികളാണ് ദാരുണമായി കൊല്ലപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവാം പക്ഷേ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചത് എൻ്റെ അടുത്തുള്ളായിരുന്ന ഒരു ബേസിക് കമ്പനിയുണ്ട്, മറ്റേ അറാംകോൻ്റെ സബ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ. അവർ ഗ്യാസ് സിലിണ്ടർ പോയിട്ട് ഒരു ലൈറ്റർ വരെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഉണ്ടാവും. കാരണം അവർക്ക് ഫുള്ള് ഫുഡ് അതുപോലെ എല്ലാ സംവിധാനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഫുഡ് വരെ. അപ്പോൾ അവർ ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കാതെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എവിടെയും കാറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് ഇവിടെ ചെയ്തത്. അതുപോലെ ആയിരിക്കണം. കാരണം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ കമ്പനി മാനേജ്മെൻറ്റിന് തന്നെയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയും അവർക്ക് തന്നെയാണ്. ഇതുപോലുള്ള ക്യാമ്പുകളിൽ ഒരു കാരണവശാലും ഫുഡ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് കാറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുക. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇതിൽ പങ്കാളികൾ തന്നെയാണ്. ഏറ്റവും മെയിനായിട്ടുള്ള തെറ്റുകാർ കമ്പനി മാനേജ്മെൻറ്റ് തന്നെയാണ്. രണ്ടാമത്തേത് ഭക്ഷണം പാകം ചെയ്യുന്ന അവിടെയുള്ള തൊഴിലാളികൾ. ഈ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് പൈസ കൂടുതലാവുന്നതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ റൂമുകളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയ വലിയ കമ്പനികൾ അവർക്ക് കാറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, മേൽ പറഞ്ഞ പോലെ ഇവിടെ അറാംകോൻ്റെ സബ് ഏജൻ്റായിട്ട് കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ ചായ കാച്ചാൻ വരെയുള്ള ലോട്ടില്ല. എല്ലാം പുറത്ത്, എല്ലാം കമ്പനി അതിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ വളരെ കെയർ ചെയ്തിട്ട് നിൽക്കുക. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും മൊബൈലുകൾ യൂസ് ചെയ്യാതെ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഫോൺ സംസാരിക്കുകയോ മറ്റുള്ള വല്ല പ്രവൃത്തികൾ ഏർപ്പെടുകയോ ചെയ്യാം. കാരണം നാട്ടിലേക്ക് വിളിക്കുന്നത്, കാരണം ഇന്ന് ഏറ്റവും അപകടകരമായ മേഖലകളിൽ വരെ എല്ലാവരും 1-2 ഫോണുകൾ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും 2 വീലർ ഓടിക്കുമ്പോൾ വരെ മൊബൈലും കൊണ്ട് സംസാരിച്ച് പോകുന്ന ആൾക്കാരെ കാണാം. വളരെ കെയർ ചെയ്യുക. കാരണം വെച്ചാൽ ഓരോ നാട്ടിലും വിളിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന അവസരത്തിൽ ടെൻഷനടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ മറന്നു പോകാൻ സാധ്യത. ഒരു തീ പടർന്നാൽ അത് പെട്ടെന്ന് ഇവിടെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അത് പാടി പടരാൻ വലിയ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് സമയം എടുക്കും. ഇവിടെ കംപ്ലീറ്റ് മൾട്ടിവുഡ് പോലെയുള്ള പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് കൂടുതൽ വീടുകളും അതുപോലെ ഓഫീസുകളൊക്കെ വർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ചൂടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കെയർ ചെയ്യുക. നമ്മൾ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ടത് പ്രവാസികളാണ്. കാരണം വെച്ചാൽ അവരെ ആശ്രയിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന സഹായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുക. പറ്റുന്നവർ അവരുടെ മാനേജ്മെൻറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് മുതലായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആ കുടുംബം രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ചെയ്യുക എന്നതേ നമുക്ക് ചെയ്യാനുള്ളൂ. അവസാനമായി തന്നെ പറയാനുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പുകളിൽ താമസിക്കുന്നവർ തമ്മാമിൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ ശ്രദ്ധ ചെലുത്തുക. അവൻ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മളെ ശ്രദ്ധ എല്ലാ ഭാഗത്തും ഉണ്ടാവുക. തമ്മാമിൽ എല്ലാവരും എല്ലാ കിച്ചൻ്റെ ഭാഗങ്ങളിലും. അതുപോലെ ഈ ചൂട് കൂടുന്ന അവസരത്തിൽ ഇവിടെ തീ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അനാസ്ഥമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ മുതൽ അങ്ങോട്ട് അപകടങ്ങളുടെ നിര തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും നല്ല റാഹത്തായിട്ട് ജീവിക്കാൻ വേണ്ടി പടച്ചവനോട് ഞങ്ങളും ദുആ ചെയ്യുന്നുണ്ട്. പ്രവാസികളായ എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മൊബൈലാണ്. കാരണം ആ ചൂട് പോക്കറ്റിലിട്ടാൽ വരെ പതച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മൊബൈൽ. അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.